ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്ലെയിൻ കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു മേൺ ഫുൾ സ്റ്റാക്ക് പ്രൊജക്റ്റ് AWS EC2ൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് EC2 ആണ്. EC2ൽ പോവുക, അതിനുശേഷം അതിൽ ഇൻസ്റ്റൻസസ് ക്ലിക്ക് ചെയ്യുക, ലോഞ്ച് ഇൻസ്റ്റൻസസ് കൊടുക്കുക. അതിനു മുമ്പ് നമുക്ക് ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ലൈക്ക് ഇങ്ങനെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് എൻഡിൽ server.js ഫയലും env ഫയലും ഒരേ സ്ഥലത്താണെന്ന് ഉറപ്പുവരുത്തുക. ലൈക്ക് സെർവറും envയും ആ ഒരു ഫയലിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ പ്രൊജക്റ്റിൽ ഡിസ്റ്റ് ഫയൽ npm run build എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റ് ഫയൽ ക്രിയേറ്റ് ആയി വരുന്നതാണ്. സോ അതുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു കസ്റ്റം നെയിം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കസ്റ്റം നെയിം ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ മൈ ഹോസ്റ്റിംഗ് എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉബണ്ടു ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഉബണ്ടു, കാരണം നമ്മൾ ഉബണ്ടുവിലാണ് ഇത് വർക്ക് ആവുന്നത്, AWS. സോ ഫ്രീ ടയർ എലിജിബിൾ ആണ് വേണ്ടത് നമുക്ക്. അപ്പം ഫ്രീ ടയർ എലിജിബിൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. 1 ഇയർ വരെ ഇത് ഫ്രീ ആണ്. 1 ഇയർ കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇടയ്ക്ക് ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ കീപ്പെയറിലൊരു സെലക്ട് ചെയ്യുക. RSA നമുക്കൊരു കീപ്പെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കീപ്പെയർ നെയിം കൊടുക്കുക. ഞാൻ ഇപ്പോൾ മൈ ഹോസ്റ്റിംഗ് എന്നാണ് കൊടുക്കുന്നത്. പെം ഫയലായിട്ട് നമുക്ക് ക്രിയേറ്റ് കീപ്പെയർ കൊടുക്കുമ്പം നമ്മുടെ ഫോൾഡറിൽ അത് ഡൗൺലോഡ് ആയി വരുന്നതാണ്. അതുപോലെ തന്നെ HTTPS അലോ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇതിലുള്ളത്. അതിനുശേഷം നമ്മൾ സ്റ്റോറേജ് ഒരു 26 അല്ലെങ്കിൽ 25 ആക്കി കൊടുക്കുക. ഞാനിവിടെ 25 ആണ് കൊടുക്കുന്നത്, GB3. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സെറ്റപ്പ് വരുന്നത് ഇൻസ്റ്റൻസിൻ്റെ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഇൻസ്റ്റൻസിലേക്ക് തിരിച്ചു വരിക. ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൈ ഹോസ്റ്റിംഗ് അവിടെ ആക്റ്റീവായി വന്നിരിക്കുന്നതായിരിക്കും. സോ മൈ ഹോസ്റ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ കണക്റ്റ് കൊടുക്കുക. സോ അവിടുന്ന് SSH ക്ലൈൻറ്റ് എടുക്കുക. SSH ക്ലൈൻറ്റിനകത്ത് ഏറ്റവും താഴത്തെ എക്സാമ്പിൾ എന്നുള്ളിടത്ത് SSH കീ നമുക്ക് കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോവുക. അതിനകത്തിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ആക്കിയ പിന്നുണ്ട്. ആ പിന്നിൻ്റെ ആ പെം ഫയലിൻ്റെ അവിടെ ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുക്കുക. അതിനുശേഷം ടെർമിനലിൽ ആ കീ എൻ്റർ ചെയ്ത് കൊടുക്കുക. എസ് കൊടുക്കുക. അടുത്തതായി നമുക്ക് സുഡോ ഏറ്റവും ടോപ്പ് വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി അതിൻ്റെ കമാൻഡ് കൊടുക്കുക. സുഡോ apt update and സുഡോ apt upgrade -5. ഗ്ലോബലി നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ മോൺസ്റ്റാക്ക് പ്രൊജക്റ്റാണ് നമുക്ക് അടുത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് Node.js ആണ്. അതിനുവേണ്ടി സുഡോ apt install Node.js എന്ന കമാൻഡ് കൊടുക്കുക.
അടുത്തതായി നമുക്ക് വേണ്ട പാക്കേജ് npm ആണ്. അതിനുവേണ്ടി sudo apt install npm എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായി sudo npm install -g n എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് നോഡിൻ്റെ വേർഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി sudo node --version എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വേർഷൻ v18.19.1 ആണ്. ആ വേർഷൻ നമുക്ക് അടുത്ത കമാൻഡിലൂടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. sudo n install വേർഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് MongoDB ആണ്. അതിനുവേണ്ടി MongoDBയുടെ ലേറ്റസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കമ്മ്യൂണിറ്റി എഡിഷൻ എടുക്കുക. കമ്മ്യൂണിറ്റി എഡിഷനിൽ ഡൗൺലോഡ് കമ്മ്യൂണിറ്റി എടുക്കുക. സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് വേർഷൻ എടുക്കുക, കറണ്ട് വേർഷൻ. അതിനുശേഷം Ubuntu 22.04x64 എന്ന് സെലക്ട് ചെയ്യുക. കറണ്ട് വേർഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എടുക്കുന്നതാണ് പാക്കേജ് സെർവർ. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം തിരിച്ച് ടെർമിനലിലേക്ക് വരിക. അതിനുശേഷം wget ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അടുത്തതായി ആ സെർവർ പാക്കേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി കമാൻഡായിട്ട് sudo dpkg -i mongodb എന്നിട്ട് ബാക്കി ആ MongoDBയുടെ മേളിൽ കാണിച്ചിരിക്കുന്ന ആ വേർഷൻ ലൈക്ക് MongoDB org server 8.0.9 amd64.deb വരെ ടൈപ്പ് ചെയ്യുക. സെയിം അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. അടുത്തതായി നമുക്ക് MongoDB എനേബിൾ ചെയ്യണം. അതിനുവേണ്ടി sudo systemctl enable mongodd എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തതായി MongoDB സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി sudo systemctl start mongodd എന്ന കമാൻഡ് കൊടുക്കുക. അടുത്തതായി cd/tmp എന്ന് കമാൻഡ് കൊടുക്കുക. അടുത്തതായി sudo rm -rf mongodb 27017.sock എന്ന കമാൻഡ് കൊടുക്കുക. അടുത്തതായി sudo systemctl daemon reload എന്ന കമാൻഡ് കൊടുക്കുക. അടുത്തതായി MongoDB സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി sudo systemctl start mongodd എന്ന കമാൻഡ് കൊടുക്കുക. നമ്മൾ
ഓപ്പൺ ആക്കിയ ഫോൾഡർ എക്സിറ്റ് ചെയ്ത് പ്രീവിയസ് ഫോൾഡറിലേക്ക് വരാൻ CD 2 ഡോട്ട് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹോസ്റ്റ് ചെയ്യാനുള്ള ഗിറ്റബ് റെപ്പോസിറ്ററിയിലേക്ക് പോവുക. സുഡോ ഗിറ്റ് ക്ലോൺ ആ റെപ്പോസിറ്ററിയുടെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. HTTPS കോഡ് അവിടെ പേസ്റ്റ് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ റെപ്പോസിറ്ററി നെയിം എന്താണോ CD യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റെപ്പോസിറ്ററി നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം CD ബാക്ക് എൻഡ് ഫോൾഡറിലേക്ക് കയറുക. ലൈക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ്, അതിൽ ബാക്ക് എൻഡ് ഫോൾഡറിലേക്ക് കയറുക. നിങ്ങളുടെ ബാക്ക് എൻഡ് ഫോൾഡർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് ആ ബാക്ക് എൻഡ് ഫോൾഡറിൻ്റെ സ്ട്രക്ചറിലേക്ക് കയറുക. ബാക്ക് എൻഡ് ഫോൾഡറിൽ കയറിയതിന് ശേഷം sudo npm install എന്ന കമാൻഡ് റൺ ചെയ്യുക. വൾനറബിലിറ്റീസ് ഉണ്ടെങ്കിൽ npm audit fix എന്ന കമാൻഡ് റൺ ചെയ്യുക. അപ്പോൾ അത് ഫിക്സ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തതായി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡിപ്പെൻഡൻസീസ് എറർ ആണെങ്കിൽ, ലൈക്ക് അപ്ഡേറ്റ് ആവാൻ ഉണ്ടെങ്കിൽ അത് എറർ കാണിക്കും. അതുപോലെ തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക വിത്ത് sudo npm uninstall or install. എൻ്റെ കേസിൽ bcrypt ആണ് ഇഷ്യൂ ആയിട്ടുള്ളത്. അടുത്തതായി sudo nano dot env എന്ന കമാൻഡ് റൺ ചെയ്യുക. എൻ്റെ കേസിൽ പോർട്ട് 3003 ആണ്. ഏതായാലും 80ലേക്ക് ആ പോർട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം Ctrl+X+Y എൻ്റർ ചെയ്ത് കമാൻഡ് സെക്ഷനിലേക്ക് തന്നെ പോവുക. അതിനുശേഷം sudo node server dot js എന്ന കമാൻഡ് റൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ് റൺ ആവുന്നതായി കാണിക്കും. സോ നേരെ AWSലേക്ക് തിരിച്ചു പോവുക. അതിനുശേഷം ഇൻസ്റ്റൻസിലേക്ക് തിരിച്ചു പോവുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്യുക. റണ്ണിങ് ആണ്. അതുപോലെ തന്നെ IP4 അഡ്രസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ഫെച്ച് ആവാത്ത പോലെ കാണിക്കും. അതിൻ്റെ കാരണം HTTPS എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിലും SSH സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. സോ HTTPS എന്നുള്ളത് HTTPIയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ജസ്റ്റ് S ഇറേസ് ചെയ്യുക URL ൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ അവിടെ ലോഡ് ആയിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇത് ഫുള്ളി ബാക്ക് എൻഡ് ആൻഡ് ഫ്രണ്ട് എൻഡ് ഉണ്ടെങ്കിലും ബാക്ക് എൻഡിൽ പോയി നമ്മുടെ IP അഡ്രസ് എനേബിൾ ചെയ്യാതെ ഇത് വർക്ക് ആവില്ല. ലൈക്ക് ഇപ്പം ഞാൻ സൈൻ ഇൻ ചെയ്യാൻ നോക്കുവാണെങ്കിൽ സൈൻ അപ്പ് ഫെയിൽഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നേരെ ബാക്ക് എൻഡിലേക്ക് പോവുക. ബാക്ക് എൻഡ് പ്രോപ്പർ വർക്ക് ആവാൻ വേണ്ടി നിങ്ങളുടെ IP അഡ്രസ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ VS കോഡിൽ ബാക്ക് എൻഡിലേക്ക് പോവുക. ഞാനിവിടെ ഗിറ്റബിലാണ് ചെയ്യുന്നത്. കോഡ് എടുക്കുക. അതിനുശേഷം മൈ പ്രൊജക്റ്റിൽ API.js എന്നൊരു ഫയൽ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. SRC കോണൻസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. API.js എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതിൽ നമ്മുടെ IP അഡ്രസ് റിട്ടേൺ ചെയ്യുന്ന പോലെ ഒരു കോഡ് ചെയ്യുക. അതിനുശേഷം അതായിരിക്കണം ലോക്കൽ ഹോസ്റ്റിന് പകരം നമ്മൾ API കൊടുക്കേണ്ടത്. ലൈക്ക് http://localhost*3003/add product അതുള്ളത് /API വരെ
വരേണ്ടത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ IP അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് നമ്മുടെ ബാക്ക് എൻഡ് അവിടെ പ്രോപ്പർലി വർക്ക് ആവുന്നത്. ഞാനൊരു ഡെമോ കാണിക്കാം. ലൈക്ക് നിങ്ങളുടെ API അതിൽ ഈ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളിടത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? അതിനുവേണ്ടി ആദ്യം ആ IPS എന്നുള്ള ആ ഫോൾഡർ API.js ആയിട്ട് എടുക്കുക. അതിനുശേഷം കോൺസ് ഡൊമൈനായിട്ട് IP അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം IP അഡ്രസ്സ് URL പാസ് ചെയ്യുക. ഇനിയും നിങ്ങളുടെ കോഡ് വീണ്ടും ഗിറ്റബിലേക്ക് ബിൽഡ് ചെയ്ത് പാസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ഒരു SSH കീ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ആക്സസ്മെൻറ്റിൽ കൂടെ പുതിയ ഗിറ്റബ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ഒന്നുകൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഹോസ്റ്റിങ്ങിന് ശേഷമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്.